ഷാർജയിൽ വെച്ച് മരണപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടുകാർ, അതായത് അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സതീഷിൻ്റെ വീട്ടുകാരെ പോയി കണ്ടിട്ട് സതീഷിൻ്റെ അമ്മ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്, വയലൻ്റ് അപ്സെറ്റും ഒക്കെ ആകുന്നുണ്ട്. കുറച്ച് ഭാഗം ഞാനിവിടെ വയ്ക്കാം. സത്യത്തിൽ പാവം തോന്നുന്നുണ്ട്, അവരെ പോയി ശല്യം ചെയ്യാതിരിക്കുക എന്നുള്ളതൊരു മാനേഴ്സാണ്. കാരണം അവരിതിനകത്തില്ല, പിക്ചറിൽ ഇല്ല. വർഷങ്ങളായി അവരിൽ നിന്ന് പിരിഞ്ഞു മാറി താമസിക്കുകയാണ് അതുല്യയും ഭർത്താവും. അതുല്യയുടെ വീട്ടിലാണ്, അതുല്യയുടെ കുഞ്ഞ് അതുല്യയുടെ വീട്ടിലാണുള്ളത്. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ അതുല്യയുടെ വീട്ടിലേക്കാണ് വരാറ്, ഇവരുടെ അടുത്തേക്ക് പോകാറില്ല. മകൻ മരിച്ചപ്പോൾ പോലും പോയിട്ടില്ല. ഇത്യാദി കാര്യങ്ങളാണ് അമ്മ പറയുന്നത്. വെറുതെ അമ്മയെ പോയി ശല്യം ചെയ്യണം. അമ്പലത്തിൽ വെച്ച് കണ്ടു, താലപ്പൊലി എടുത്തുകൊണ്ട് നിൽക്കുന്ന അതുല്യയെ കണ്ട് മനം മയങ്ങി അതുല്യയെ കല്യാണം കഴിച്ചു. ഇവരുമായി ചേർന്ന് പോകുന്ന ഒരു ഫാമിലി അല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെ എതിർത്തു. ഫിനാൻഷ്യലി സൗണ്ടാണ് ഇയാളുടെ വീട്ടുകാരെന്ന് മനസ്സിലാകുന്നുണ്ട്. കുറച്ച് കേൾക്കാം. അവൻ വന്നത് അന്ന് ഇവിടെ വന്ന് കല്യാണം പറഞ്ഞ് അവർ പോയി. അങ്ങനെ ഉള്ള കാര്യങ്ങൾ അവർക്ക് അവന് പിന്നെ ഞാൻ ഇവിടെ എൻ്റെ മരുമോളൊരു കൊച്ചുണ്ടായിരുന്നു, അതിനെ വിട്ട് ഞാൻ പോയില്ല കല്യാണത്തിന്. അങ്ങനെ അന്ന് തൊട്ട് ഇങ്ങോട്ട് ഇതുവരെയും അവരെന്നെ ഒന്ന് വിളിക്കുകയോ ഞാൻ അങ്ങോട്ട് വിളിക്കുകയോ, എനിക്ക് അങ്ങോട്ട് വിളിക്കാകത്തില്ല. അവർ ബോട്ടിമോ വീട്ടിമോ വേറെ ഏതാണ്ടിനകത്തൊക്കെ ഇട്ട് അവർ വിളിക്കുന്നത്, അതൊന്നും എനിക്ക് വിളിക്കാകത്തില്ല. അത് കൊണ്ട് എന്നെ അവരാരും വിളിക്കാറുമില്ല. ഞാൻ അവരുടെ വീടുകാരുമായിട്ട് യാതൊരു സഹകരണവും ഇല്ല. എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കുന്നത്. സാമ്പത്തികം എന്റെ ഭർത്താവ് എന്റെ പെൻഷനും കൊണ്ട് ഞാൻ ജീവിക്കുന്നു. മക്കള് തരാൻ എനിക്ക് മക്കള് വന്നിട്ടുണ്ട്. എന്റെ മൂത്ത മോൻ മരിച്ചുപോയി. എന്റെ രണ്ടാമത്തെ മോനിപ്പോ ഇങ്ങനെ. പിന്നെന്തോ ഇനി നിങ്ങൾക്ക് അറിയണ്ടേ? എന്തോ അറിയണ്ടേ ഇനി? മരണപ്പെട്ടപ്പോഴും ഇവന്റെ ഭാര്യ ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന കാരണം അയാള് വന്നില്ല. മരണപ്പെട്ടിട്ട് നാട്ടിൽ വന്ന് അവരുടെ വീട്ടിലാ വന്നത്. എന്നിട്ട് അതും കഴിഞ്ഞ ശേഷമാണ് എന്ന് ഇവിടുത്തെ സെറ്റിയെ വന്നൊന്നിരുന്ന് രണ്ട് കുഞ്ഞുങ്ങള്, അച്ഛനില്ലാത്ത രണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടായാലൊക്കെ അബദ്ധങ്ങളെ പോലും ഒന്നിതാവാതെ അന്നേരം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അല്ലാതെ ഞങ്ങള് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. എന്റെ മോൻ മരിച്ചതൊക്കെ ഇതായിട്ട് ഇവിടെ വന്നിട്ടില്ല. അന്ന് അതിന് മുമ്പേ തൊട്ടേ ഇവര് ഇതായിട്ട് അങ്ങതായി. ഇവന് അവരെന്താണ്ടല്ല അവിടെ വീടും സ്ഥലം എഴുതി കൊടുത്ത് അവരുടെ സ്വാതന്ത്ര്യത്തിൽ അവർ ജീവിച്ചോളാന്നൊക്കെ എഴുതിയിട്ട് ഞങ്ങൾ അതിനകത്ത് താമസിക്കാൻ എല്ലാം വരെ ഞങ്ങൾ വന്നു. എൻ്റെ മോൻ വെച്ച വീട് അവന് എൻ്റെ കൂടെ ഞാൻ വന്ന് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചു. ഇപ്പം 5 കൊല്ലം കൊണ്ട് ഞാൻ 6 കൊല്ലം കൊണ്ട് ഇപ്പം ഞാൻ ഇവിടെ താമസം. എൻ്റെ മോനും മരിച്ച് എൻ്റെ ഭർത്താവും മരിച്ച് എല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇപ്പോൾ അടുത്ത എനിക്ക് നേരം വെളുത്തണം തൊട്ട് എനിക്ക് വീഡിയോക്കാരെ കൊണ്ടും പിന്നെ അല്ലാത്തവരെയും കൊണ്ടും എനിക്ക് ഞാൻ 6 ഇതായിട്ട് 5 കൊല്ലമായിട്ട് ഞങ്ങൾ അവരുമായിട്ട് ഒരു സംസാരം ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തത് എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഞങ്ങളുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിലോ എൻ്റെ മോനുമായിട്ട് വല്ല പ്രശ്നം ഇതായിട്ടുണ്ടായിരുന്നെങ്കിലോ ഞങ്ങൾ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ വന്ന് വരാം. അവരുടെ വീട്ടുകാർക്ക് 100% അറിവുള്ള കാര്യമാണ്. ഇവിടെ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നുള്ള കാര്യം അറിയാം. നേരെ വെളുപ്പം തൊട്ട് തുടങ്ങിയതാണ് എനിക്ക്. എന്തോ വാർത്ത ഇതാക്കാനാ നിങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നതായിരിക്കും? അല്ലാതെ എനിക്കിപ്പോ ദൈവത്തെ കുറിച്ച് നിങ്ങൾ അതൊന്നും ഇതിനകത്തിടല്ലേ. എന്റെ മോനെ നോക്കുന്നില്ലാത്ത നിങ്ങൾ ഞാൻ പറഞ്ഞു. നാട്ടുകാർ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. നാട്ടുകാർ പറയുന്നത് കേൾക്കട്ടെ. അവന്റെ പെട്ടെന്ന് പറയുന്നത് എനിക്ക് അതൊന്നും ചെയ്താൽ മതി. അവനെ നോക്കുന്നില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്നെ നോക്കേണ്ട കാര്യം അവനില്ല. എനിക്ക് നോക്കാൻ എനിക്ക് ജീവിക്കാനുള്ള വക എനിക്കുണ്ട്. അതുകൊണ്ട് അവര് നോക്കാതെ മനസ്സിലായോ? അല്ലാതെ അവര് നോക്കേണ്ട കാര്യമൊന്നും അല്ല. അവർക്ക് അവരുടെ കാര്യത്തിന് അവരെ സന്തോഷമായിട്ട് ജീവിക്കാനാണ് നമ്മൾ അവരെ ഇട്ടത്. അല്ലാതെ അവരുടെ ശല്യത്തിന് നമ്മളില്ല. നമുക്ക് ചെല്ലേണ്ട കാര്യമില്ല. അവരെ കൊണ്ട് നമുക്ക് ജീവിക്കണ്ട. അങ്ങനെയുള്ളത് നമ്മളെന്തിനാ അവരെ ഇതിനകത്തുന്ന കാര്യം എന്തുവാ അതിന്? പിന്നെ നിങ്ങൾ ഇതിനകത്തൂടെ വന്നിട്ട് അതുണ്ടോ ഇതുണ്ടോ ഇതോ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ അവരുമായിട്ട് ആ വീട്ടുകാർക്ക് തന്നെ അറിയാം അവരുടെ വരുമാനം അവരുടെ കൂടാണ്. അവരുടെ വീട്ടിലാണ് വെക്കേഷന് വരുമ്പോൾ താമസിക്കുന്നതെന്നും അവിടെ നിന്നാണ് അവൻ ഗൾഫിൽ പോകുന്നതെന്നും ഇവിടെ ഞങ്ങളുമായിട്ടൊരു ബന്ധവും ഇല്ലെന്നുള്ള കാര്യം അവരുടെ വീട്ടുകാർക്ക് തന്നെ അറിയാം. പിന്നെ എന്തിനാ അവരുടെ വീട്ടുകാർ ഇതിനകത്ത് ഇരുന്നോണ്ട് ഉന്നി തള്ളി ഇങ്ങോട്ട് വിടുന്നത്? അവർക്ക് ഇനി എന്റെ ശവം കാണണം, അത് കാണണം. വീട്ടുകാർക്ക് അറിഞ്ഞുകൊണ്ടാണ് രാജകീയ സുഖത്തിൽ അവിടെ കഴിഞ്ഞത്. ആ അതിന്റെ ഇവിടെ കഴിഞ്ഞത് രാജകീയ സുഖത്തിലാണ്. അവരുടെ അമ്മയ്ക്ക് സുഖമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോയത്. അവരത് അവിടെ താമസിക്കുന്നത് അപ്പുറത്ത് താമസിച്ചിരുന്നവരാണ് അമ്മയ്ക്ക് സുഖമെന്ന് പറഞ്ഞ് പോയി ചാവാൻ പോകുന്നത്. അങ്ങനെ അവിടെ താമസമായി. പിന്നെ ഇവിടെ അവിടെ ഒന്നും ഇവിടെ ആരും പണിക്കൂട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല പ്രശ്നം. അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്നും പറഞ്ഞു. ഭാര്യ ഭർത്താവ് അത് ഭാര്യ ഭർത്താവ് അറിയണം. പെണ്ണും മധു പറയും വിളിക്കും. ഇതൊക്കെയാണ് അവരുടെ കാര്യം. അല്ല നമ്മുടെ വീട്ടുകാരുമായിട്ട് ആരുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല.
വിഷയം ഏകദേശം പൂർണ്ണം, കൃത്യമാണ്. അതുല്യ എന്ത് ചെയ്തെന്നറിയാമോ? ഇവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കയറി തൂങ്ങിയതായിട്ട് അഭിനയിച്ചതാ. ഇവനങ്ങ് ഇറങ്ങി പോവുകയും ചെയ്ത് പുള്ളിക്കാരത്തി കയറി തൂങ്ങുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. ആത്മഹത്യ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഏതായാലും പുതിയ ന്യൂസ് വന്നിട്ടുണ്ട്. ഷാർജയിൽ അയാൾ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് അയാളെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുല്യയുടെ വീട്ടുകാരാണ് പൂർണ്ണമായിട്ടും പ്രശ്നക്കാർ. പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് ചെറുക്കനെ പയ്യ ചൂണ്ടിക്കൊണ്ടിങ്ങ് വന്നു. ചെറുക്കനെ വെച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിലവൻ 2 അടി മോളെ അടിച്ചാലും കുഴപ്പമില്ല എന്നൊരു ടേമായിരുന്നു വീട്ടുകാർ. അതുകൊണ്ടാണ് ആ സ്ത്രീക്ക് യാതൊരു കുലുക്കവും ഇല്ലാതിരിക്കുന്നത്. സ്വന്തം മകളെ നല്ല പോലെ എടുത്തിട്ട് ഉപദ്രവിച്ചാലും കുഴപ്പമില്ല, ചെലവിന് മരുമകൻ കൊണ്ടുവന്ന് തരും. 2 പെൺമക്കളുടെ അമ്മയാണ്. അപ്പം അമ്മ അവർ കൂടെ വന്ന് നിൽക്കുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പെൺമക്കളല്ലേ എന്ന് ടെൻഷൻ അടിക്കുന്നവർക്കൊക്കെ ഒരു നല്ല മാതൃകയാണ് അതുല്യയുടെ പേരൻസ് എന്ന് ഞാൻ പറയും. ഈ ഒരു വിഷയത്തിൽ അതുല്യ പൂർണ്ണ പരാജിതയാകാനുള്ള കാരണം അവളുടെ അമ്മ തന്നെയാണ്. വിവാഹം കഴിക്കാൻ അമ്പലത്തിൽ വെച്ച് കാണുന്നു, അവിടെ വെച്ച് ഇഷ്ടപ്പെടുന്നു, വിവാഹം ആലോചിക്കുന്നു. അവൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും അവൻ ഉറച്ചു നിൽക്കുന്നു. വിവാഹം കഴിഞ്ഞ് അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്കൊപ്പം വന്ന് നിൽക്കുന്നു. അവിടെ വെച്ചാണ് അവൾക്ക് അടിയും ചതയും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓർത്തു നോക്കുക, ആരാ കുറ്റക്കാർ? അവൻ വല്ലാത്തൊരു മൃഗീയ സ്വഭാവത്തിലേക്ക് വഴിതിരിയാനുള്ള കാരണം അവൻ്റെ വീട്ടുകാരുമായി യാതൊരു കണക്ഷനും ഇല്ല എന്നുള്ളതാണ്. ജസ്റ്റിഫിക്കേഷനൊന്നുമല്ല, ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്നതല്ല. നമ്മൾ അതും കൂടെ കാണണം, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. മെൻ്റലി അവൻ കുറച്ച് ബാഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തത് അതുല്യ തന്നെയാണ്. കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു മാറി അവളുടെ വീട്ടിലേക്ക് മാത്രമായി ചുരുക്കപ്പെട്ട അവന് പല രീതിയിലും ഈ എന്താ പറയുന്നത് ഒറ്റപ്പെടുത്തലുകളും അവഗണനയും നേരിട്ടിട്ടുണ്ടാകാം. ആ അവഗണന അവൻ വലിയൊരു സമ്മതിയാണെന്ന് കാണിക്കാൻ ഇവക്കിട്ട് 2 പൊട്ടിച്ചിട്ടായിരുന്നു അവൻ പ്രതികരിച്ചത് ഉണ്ടാവാനാണ് ചാൻസ്. അതായത് വീടോളം മാപ്പിളയായിട്ട് നമ്മൾ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഇപ്പം നമ്മളൊരു പെണ്ണ് ഒരു വീട്ടിൽ പോകുമ്പോൾ അവിടെ നമ്മൾ കുറച്ച് അടിമത്വം കാണിക്കുന്നത് പോലെ തിരിച്ചിവിടെയും വരുമ്പോൾ അത് കുറച്ചൊന്ന് അടങ്ങേണ്ടി വരും. ആ അടക്കം അവൻ്റെ പുരുഷത്വത്തിന് ബാധിച്ച ഒരു പ്രശ്നമായിരിക്കാം. ആ സംഗതി ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് സാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കുക അവളെ മൂട് കുത്തി ഇടിക്കുന്നുണ്ടാവും. ഇത് കണ്ടിട്ടും പേരൻസ് ഒന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കൊടുക്കുന്ന കാശ് കൊണ്ട് അത് തിന്നുകൊണ്ടിരുന്നത്. അതാണ് സംഗതി. ആ മകളെ പോലും അവർ ചേർത്ത് പിടിച്ചിരിക്കുന്ന പണത്തിന് വേണ്ടിയിട്ടാണ്. ഏതായാലും ഇനി 5-6 പാടുപെടും. അവനും കൂടെ ചിലവിന് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വീടെത്തിയിട്ടുണ്ട്. എന്താ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്, എടുത്ത് ദൂരെ കളഞ്ഞിട്ടുണ്ട്. അത് പിന്നെ സ്വാഭാവികമായിട്ട് കിട്ടുന്നൊരു കാര്യമാണ്. ഭാര്യ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ ഉപദ്രവിക്കുന്ന ഒരാളാണെന്നും ഇത്രയും അട്രോസിറ്റിയുള്ളൊരു പേഴ്സണാണ് ആരും അടുപ്പിക്കത്തില്ല എന്നുള്ളത് സത്യമാണ്. ഇനി മരണകാരണം എല്ലാവരും പറയുന്ന കണക്ക് കൊലപാതകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോസൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കത്തിയെടുത്ത് അവളെ കുത്താനല്ല അവൻ ശ്രമിക്കുന്നത്, അവൻ സ്വയം കുത്താനാണ് ശ്രമിക്കുന്നത്. ഇവർ 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയതാണ്. മീൻസ് ഞാൻ ചാവുമെന്ന് അവൾ ഡ്രാമ കാണിക്കുന്നു, ഇവൻ ചാവുമെന്ന് ഡ്രാമ കാണിക്കും. 2 കൂടെ ഡ്രാമ കളിച്ച് അവസാനം കളി കാര്യമായി. ഇവൻ്റെ ഉടുപ്പിൽ തന്നെ അവൾ കയറി തൂങ്ങിയത് അവനെ കാണിക്കാനാണ്. അതുകൊണ്ടാണ് അരമണിക്കൂർ മുമ്പ് വരെ സഹോദരി എടുത്ത് സംസാരിക്കുമ്പോൾ പോലും അവൾ മരിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിറ്റേന്ന് ജോലിക്ക് പോകുന്നു, മുൻപോട്ട് തുടർന്ന് സ്വസ്ഥമായി ജീവിക്കാനുള്ള പ്ലാനാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇവളെ തല്ലാനുള്ള കാരണം നോക്കുമ്പോൾ ഒരു മാസ്ക് എക്സ്ട്രാ അവിടെ ഇരിക്കുന്നു, ഒരു ബട്ടൺ അവിടെ കിടക്കുന്നു. ഈ ബട്ടണും മാസ്കും അവിടെ ഉള്ളതല്ല, പുറത്തുള്ളതാണ്. ആരോ വന്നിട്ട് പോയി നിനക്കാരോ ഉണ്ട് എന്ന് പറഞ്ഞാണ്. ഇപ്പം ഇതിനകത്ത് തന്നെ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. ഇവൻ്റെ മൂത്ത സഹോദരൻ മരണപ്പെടുന്നുണ്ട്. മരണത്തിന് ഇവനെ വിളിച്ചിട്ടവൻ വന്നില്ല. കാര്യം എന്താ? ഒരു പെണ്ണുമ്പോൾ അവിടെയുണ്ട്. അവളെ ഒറ്റയ്ക്ക് എവിടെ ആക്കിയിട്ട് വരാൻ അവന് സൗകര്യമില്ല. സംശയരോഗം. പിന്നെ അസുഖം ഒരു പ്രശ്നമാണ്. ഷുഗർ പേഷ്യൻ്റാണ്. ഷുഗറൊക്കെ ഉള്ളവർക്ക് ഒരു പരിധി കഴിയുമ്പോൾ പിന്നെ കുറേ ലൈഫൊക്കെ അങ്ങ് പോകും. പ്രത്യേകിച്ച് സെക്ഷൽ ലൈഫൊക്കെ കുറച്ച് പ്രശ്നമാകും. നമുക്കുണ്ടാവുന്ന പോരായ്മകൾ പരിഹരിക്കാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കുഴപ്പമുണ്ടെന്ന് പറയുന്ന ഒരു പ്രത്യേകതര സ്ട്രാറ്റജിയാണ് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി അയാൾ പ്രയോഗിച്ചത്. ഇത് ട്രീറ്റ് ചെയ്ത് പരിഹരിക്കാമായിരുന്നു. കുറച്ചുകൂടെ അവരുടെ കുടുംബവുമായി ഇടപഴകി നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ സോൾവ് ചെയ്യാമായിരുന്നു. സാധിക്കുന്ന തക്കവണ്ണമല്ല. അതുല്യയുടെ ഫാമിലിയോ അതുല്യയോ ആ അമ്മയ്ക്കോ കൂട്ടുകാർക്കോ ഇഷ്ടമില്ല. മാത്രവുമല്ല അവർക്ക് വലിയ സഹകരിക്കാൻ താല്പര്യമില്ല. മകൻ്റെ ഇഷ്ടം അനുവദിച്ചു കൊടുത്തു, മകൻ ജീവിക്കട്ടെ വിട്ടുകൊടുത്തു. ആ രീതിയാണ് അമ്മ. അത് നല്ല ഇൻഡിപെൻഡൻ്റ് ആയ ഒരു അമ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അവരുടെ അടുത്ത് ഒരു പരാതിയും തോന്നിയിട്ടില്ല. പക്ഷേ അതുല്യയുടെ അമ്മ നല്ല ക്ലവറാണ്. സ്വന്തം മകൾക്ക് 2 ഇടി കിട്ടിയാലും ചാപ്പാടിനുള്ള വഴി മരുമോൻ തരണം എന്നൊരു ടൈമായിരുന്നു. അവർക്ക് അർഹിക്കുന്ന കുറ്റം തന്നെ, അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ മകൾ നഷ്ടപ്പെട്ടു, ഇനി ആരെ വിറ്റ് തിന്നും? ഇനി ആ പൊടിമോളെ കൊടുത്ത് തിന്നുമായിരിക്കും. അതായിരിക്കും. കാരണം പൊടിമോൾക്ക് ചിലവിന് കൊടുത്തല്ലേ പറ്റും, അപ്പനല്ലേ കൊടുത്തല്ലേ പറ്റും. ഇനി അയാൾ എവിടെന്നെങ്കിലുമൊക്കെ പോയി പൈസ കൊണ്ട് കൊടുക്കും, അതും വെച്ച് തിന്നാമെന്നായിരിക്കും വിചാരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫിനാൻഷ്യലി സൗണ്ടായ നല്ല സ്വർഗമായി ജീവിക്കേണ്ട ഒരു കുടുംബത്തിലേക്ക് അനാവശ്യമായ മകളെ ചേർത്ത് പിടിച്ചു, പൈസയ്ക്ക് വേണ്ടി ചേർത്ത് പിടിച്ചു എന്നുള്ള ഒരു ടേമാണ് ഇതിനകത്തുള്ളത്. പൂർണ്ണമായും ഇങ്ങനെയാണെങ്കിലും അങ്ങനെയാണെങ്കിലും അതുല്യയുടെ വീട്ടുകാരാണ് അതുല്യയുടെ മരണകാരണം.
അതുല്യയെ പോലെ ഒരുപാട് പെൺകുട്ടി, ഞങ്ങളുടെ വീടിനടുത്ത് ഇതുപോലൊരു സംഭവമുണ്ട്, അതുകൊണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത്. അവിടെ 4 പെൺമക്കളിൽ 3 പെൺമക്കളിൽ ഏറ്റവും ഇളയ കുട്ടി കുറച്ച് ചെല്ലം കൂടി കൊഞ്ചി വളർത്തിയ കുഞ്ഞായിരുന്നു. ഭർത്താവ് വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവ് അമ്മയ്ക്കൊപ്പം വന്ന് നിന്നു, അവളുടെ വീട്ടിലല്ല അമ്മയ്ക്കൊപ്പം വന്ന് നിന്നു. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയമ്മ പോരുണ്ടാവുന്നത് കൊണ്ട് അവനതൊട്ടും ഇഷ്ടമല്ല, പെണ്ണത് സഹിക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ അവനെ പേടിപ്പിക്കാൻ വേണ്ടി അവൻ മുറ്റത്തിരിക്കുകയാണ്. മുറ്റത്തിരുന്നപ്പം ഡോറ് തുറന്നിട്ടിട്ട് കയറി തൂങ്ങി. അവൻ ശ്രദ്ധിച്ചില്ല, എല്ലാം തട്ടിമാറി വീണിട്ട് പോലും അവൻ ശ്രദ്ധിച്ചില്ല, തൂങ്ങി മരിച്ചു. മരണം വന്നു പെട്ടെന്ന് തന്നെ. പിന്നെയാണ് അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അനക്കമൊന്നുമില്ല, അവൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. ഓപ്പൺ ചെയ്തിട്ട് ഡോറ് ആ സൗണ്ട് പോലും കേൾക്കാത്ത വണ്ണം അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് അങ്ങനെയാണ്. അങ്ങനെ കാലൻ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇതുപോലത്തെ സർക്കസൊക്കെ കാണിച്ച കാലം കൊണ്ടുപോകും. ഇത് വേറെ ആരും കൊന്നതല്ല, സ്വയം മരിച്ചതാണ്, അവനെ പേടിപ്പിക്കാൻ ചെയ്തതാണ്. അതിന് തൊട്ടു മുമ്പ് അവൻ ചെയ്തു പേടിപ്പിക്കാൻ. അവനും പിച്ചാത്തിയൊക്കെ കൊണ്ട് ഡാൻസ് കാണിക്കുന്നത് കാണുന്നില്ലേ, അത് അവളെ കുത്താനല്ല, സ്വയം കുത്തും എന്നാണ് പറഞ്ഞത്. പണിക്ക് പോയാൽ കുത്തും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ തമ്മിൽ എപ്പോഴും വഴക്കാണ്. ഇത് അവർക്കൊക്കെ വളരെ ലൈറ്റായിട്ട് എടുക്കാൻ പറ്റുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമാണ് വഴക്ക്. വഴക്കുണ്ടാകുമ്പോൾ തേർഡ് പേഴ്സൺ വരും, കുടുംബക്കാർ വരും, സംസാരിക്കും, ഇനി പാടില്ല, ഇനി ചെയ്യരുതെന്ന് പറയും, അവൻ മാപ്പ് പറയും, പബ്ലിക് ആളുകളുടെ മുമ്പിൽ വെച്ച് അവളെ കാലി വീഴും. ഇതൊക്കെ ചെയ്ത് പിന്നെയും കോംപ്രമൈസ് ചെയ്ത് വിടും, വീണ്ടും ഇത് ആവർത്തിക്കും. അപ്പോൾ ഇതിങ്ങനെയാകുമ്പോൾ പുലി വരുന്നേന്ന് പറഞ്ഞ അവസാനം യഥാർത്ഥ പുലി വന്നപ്പോഴത്തേക്ക് ഒരു പട്ടിച്ചാത്തനും ഇല്ലാണ്ട് പോയി. അവൻ പറഞ്ഞതാണ് ശരി, തെണ്ടിയാണെങ്കിലും ഒരു പാട്ടിയെങ്കിലും കാണുമെന്ന് പറയുന്നതാണെങ്കിൽ അവനിക്ക് ഒരു പാട്ടി പോലും ഇല്ല. ചെയ്ത്ത് കൂടുതൽ അതാണ്. ഇപ്പോൾ ജോലിയൊക്കെ പോയ സ്ഥിതിക്ക് ഇനിയിപ്പം ബോഡി കൊണ്ട് നാട്ടി വന്നാൽ മതി. ഇവിടെ ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ്. ഇനി നിന്നെ കുറച്ച് ദിവസം ഞങ്ങൾ തീറ്റിക്കാം, ഗോവിന്ദച്ചാമീൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടേക്കാം. അലവലാതി എന്തോ പറയാനാ, അവിടെ കിടന്ന് തകർക്കുന്നുണ്ട്. ഞാൻ ചോറ് തിന്നില്ല, കാപ്പി കുടിച്ചില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. കള്ള് കുടിക്കാനുണ്ടായിരുന്നു പൈസ. 9,500 ദിർഹംസ് സാലറിയുള്ള ഒരുത്തൻ 5 പൈസ ഇല്ലാതെ മറ്റൊരുത്തൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചു. എന്തൊരു ക്രെഡിറ്റാണെന്നറിയോ, ഭയങ്കര ക്രെഡിറ്റാണ്. 5 പൈസ നിലനിൽക്കത്തില്ല. മദ്യം അത് അത്രയും മാരക വിഷമാണെന്ന് മനസ്സിലാക്കി നമ്മളെ കുടുംബ ബന്ധങ്ങൾ തകർക്കും, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാവരും അരപ്പെക്ക് അടിക്കും എന്ന് പറയും. അരപ്പെക്ക് അതെന്തിനാണെന്നറിയുമോ? ഡയലൂട്ട് ആകാനാണ്. ഈ വൈൻ പോലുള്ള ദ്രവ്യങ്ങൾ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കുന്നതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ ദഹനം അത് സുഗമമാക്കും. ദഹനം സുഗമമാക്കാനാണ് അരപ്പെഗ്ഗൊക്കെ അടിക്കുന്നത്. അത് അങ്ങോട്ടൊക്കെ പാശ്ചാത്യ രാജ്യങ്ങൾ അത് ചെയ്യുന്നതാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേറെ ഒന്നും കഴിക്കണം, ഇത്തിരി കഴിച്ചാൽ മതി, അതിനകത്ത് വലിയ പ്രശ്നമൊന്നും വരത്തില്ല, സുഗമമായ ദഹന പ്രക്രിയ നടക്കും, എന്ന് രാവിലെ മോഷനൊക്കെ കറക്റ്റായിട്ട് പോകും. അതാണ്. അതേസമയം അത് കണക്കിൽ കൂടെ കഴിക്കുന്നതും ബോധരഹിതനാകുന്ന തക്കവണ്ണം കഴിക്കുമ്പോഴും പാർട്ട്ണർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഈ ദഹന പ്രക്രിയയ്ക്ക് കഴിക്കുന്ന സാധനം ഓവറായിട്ട് കഴിക്കുമ്പോൾ ഓവറായി ദഹനം നടക്കും. അപ്പോൾ വായിൽ കൂടെ വരുന്നത് ആ ദഹിച്ചതിൻ്റെ ബാലൻസിൻ്റെ സ്മെല്ലായിരിക്കും. സഹിക്കാൻ പറ്റാത്ത പാർട്ട്നേഴ്സ് ഉണ്ടാവും. മദ്യപാനം, സിഗരറ്റ് വലി, ഇതൊക്കെ പുരുഷത്വത്തിൻ്റെ ഒരു ഇതാണ്, അടയാളമാണ് എന്ന് ചിന്തിക്കുന്നവന്മാരെ മൂട് കുത്തി ഇടിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇച്ചിരി പുല്ല് ആസിഡ് എടുത്ത് വായിക്കകത്ത് ഒഴിച്ചു കൊടുക്കണം, അത് പിടിച്ചിറക്കിക്കോളാൻ പറയണം. ശല്യങ്ങൾ, കള്ള് വിൽക്കും, കള്ള് കുടിയും, ഇതൊക്കെയാണ് ഭയങ്കര കേമത്തരം എന്ന് പറയുന്നത്. ഞാൻ പല പാർട്ടികളും കണ്ടിട്ടുണ്ട്. പാർട്ടികളിലൊക്കെ തന്നെ ആണുങ്ങൾ അങ്ങോട്ട് വന്നിരുന്നുണ്ട്, ചീയശര നമുക്ക് പെഗ്ഗടിക്കണം. ഇത് ക്രെഡിറ്റ് പോലെയാണ്. നാറികൾ സ്വന്തം ജീവിതം കൊണ്ടുപോയി കുഴിയിടുന്ന കുറേ എണ്ണം. അത്രയും എനിക്ക് ഇതിനകത്ത് മനസ്സിലായുള്ളൂ. ഇതിനെങ്ങനെ പറയാൻ അറിയുള്ളൂ. അതാണ്. എന്തായാലും അവൻ്റെ ജോലി പോയിട്ടുണ്ട്, അത്രയും സമാധാനം. നല്ലൊരു ജോലി, സ്വസ്ഥമായി ജീവിക്കാം, ഒരു മകള്. മനുഷ്യൻ്റെ കയ്യിൽ എല്ലാ ഫെസിലിറ്റീസ് കിട്ടിയും അത് വെച്ച് ജീവിക്കാൻ അറിയാത്ത കുറേ വാഴകളെയും മൊണ്ണകളെയും കാണുമ്പോൾ എന്തോ എങ്ങോട്ടാണ് ഈ നാടെന്നുള്ളത് ഒരു രക്ഷയില്ല. താങ്ക് യു. അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്താൽ ഉപകാരം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ എനിക്കും ഇഷ്ടം, നിങ്ങൾക്കും ഇഷ്ടം, എല്ലാവർക്കും ഒരു തഞ്ചം. അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.